തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ ഏറ്റുപറഞ്ഞ് CPIM സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ പി രാജീവ് മലപ്പുറത്ത് നടന്ന EMS സ്മൃതി സെമിനാറിൽ പങ്കെടുക്കവേ സദസ്സിൽ നിന്ന് വന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടായിരുന്നു രാജീവിന്റെ ഏറ്റുപറച്ചിൽ. LDF അല്ലാതെ മറ്റാര് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പാളിയെന്നും കാലഘട്ടത്തിനനുസരിച്ച് മാറി പാർട്ടി തെറ്റിദ്ധരുത്തണമെന്നും പി രാജീവ് പറഞ്ഞു. അതേസമയം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ MV ഗോവിന്ദനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. പാർട്ടിയെ മൊത്തത്തിൽ കടന്നാക്രമിക്കാനുള്ള അവസരമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഔചിത്യം ബന്ധപ്പെട്ട നേതാവ് കാണിക്കണമായിരുന്നു എന്നാണ് MA ബേബി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ ഏറ്റുപറഞ്ഞ് തിരിച്ചുവരവിന്റെ പാതയിലാണോ CPIM? കാണാം RDX റാപ്പ്. തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ ശരിവെക്കുന്നതായിരുന്നു പി രാജീവിന്റെ തുറന്നു പറച്ചിൽ. നിർണായക തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിൽ പാർട്ടിക്ക് അടിമുടി വീഴ്ച സംഭവിച്ചുവെന്ന് മുൻ മന്ത്രി തുറന്നു പറഞ്ഞു. LDF അല്ലാതെ മറ്റാര് എന്ന മുദ്രാവാക്യം തന്നെ തിരിച്ചടിച്ചെന്നും പി രാജീവ് പറഞ്ഞു. മലപ്പുറത്ത് നടന്ന EMS സ്മൃതി സെമിനാറിലായിരുന്നു പി രാജീവിന്റെ തുറന്നു പറച്ചിൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഏറെ പഴികേട്ട വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി. SIR നടപടികൾ തുടങ്ങിയപ്പോൾ കൃത്യമായ പ്രവർത്തനം നടത്താൻ സംഘടനാപരമായി കഴിഞ്ഞില്ല. SFI അടക്കമുള്ള പോഷക സംഘടനകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം വേണമെന്നും പി രാജീവ് വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാമതായി ജനസേവകരാണെന്നും ഏത് സാഹചര്യത്തിലും അവരോട് മാന്യമായും സ്നേഹത്തോടെയും പെരുമാറണമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധം മുറിഞ്ഞു പോകുന്നത് പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യും. വിമർശനങ്ങളെയും സ്വയം വിമർശനങ്ങളെയും പാർട്ടി പ്രോത്സാഹിപ്പിക്കണമെന്നും MA ബേബി വ്യക്തമാക്കി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നുവെന്നും MV ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ MA ബേബിയുടെ വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം മുതൽ പിഴച്ചുവെന്നാണ് മുൻമന്ത്രി പി രാജീവ് പറഞ്ഞത്. SIR കാലത്ത് പാർട്ടി കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളിൽ ശക്തമായി പ്രതികരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും രാജീവ് പറഞ്ഞു. ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഇന്നിനെ മനസ്സിലാക്കണം, ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം, ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുമെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. ഇനി വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കാൻ മറക്കരുത് എന്നും നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും ഇക്കാര്യം മറന്നുപോകുന്നുണ്ടെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തനിക്കും അത്തരത്തിൽ തെറ്റുപറ്റാറുണ്ടെന്നും കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാമതായി ജനസേവകരാണ് എന്ന് മറക്കരുത് എന്നും ബേബി അവിടെ പറഞ്ഞു. ഞാനിവിടെ തുറന്ന് പറയാം, ഞാനെങ്ങനെ എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബെറ്റി എന്നെ പലപ്പോഴും വിമർശിക്കും. കാരണം അവിടെ നിന്നിട്ട് സഹാക്കളിൽ നിന്ന് അവരെ കണ്ട് എന്തുകൊണ്ട് ചിരിച്ചില്ല? ശരിയാണ്, ചിരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എല്ലാ പോയിന്റും തയ്യാറായിട്ടുണ്ടോ? പക്ഷെ ഇത് സഹാക്കൾ ഇത് മനസ്സിലാക്കില്ല. ഇങ്ങനെയുള്ള പല സമ്മർദ്ദങ്ങളും പല ഉത്തരവാദിത്തങ്ങളിലും ചുമതലകളിലിരിക്കുന്നവരിലുണ്ടോ? പക്ഷേ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാമതായി ജനസേവകരാണ്. ഇതാണ് ഇതിപ്പം ഇനിയിപ്പോൾ കുറേയേറെ വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ തോന്നുന്നത്? അതായത് പാർട്ടി ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു, CPIM നേതൃത്വം. അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് വിശദീകരിക്കുന്നു. ഇതിനെല്ലാം ശേഷം താഴെത്തട്ടിൽ ചർച്ചകൾ നടക്കുകയാണ്. താഴെത്തട്ടിൽ മറ്റ് ഘടകങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിംഗ് നടക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കുറെ കൂടി തുറന്നു പറച്ചിൽ ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്നാണ്? അത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ സംസാരിക്കുന്നു. ആ മട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള പി രാജീവ് മുതിർന്ന നേതാവാണ്, അദ്ദേഹം സംസാരിക്കുന്നു. ഇവരെല്ലാം സംസാരിക്കുന്നത് എവിടെയാണ്? EMS ദേശീയ സെമിനാർ. EMS ദേശീയ സെമിനാർ നമുക്കറിയാം, വളരെ വിപുലമായി CPIM സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറാണ് എല്ലാ വർഷവും. ഈ വർഷത്തെ ആ സെമിനാറിൽ ആണ് ഇത്തരം ചില തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ഏതിലാണ് ഈ തുറന്നു പറച്ചിലുണ്ടാകുന്നത്? പാർട്ടിയുടെ തീരുമാനങ്ങളിലും മുദ്രാവാക്യങ്ങളിലും നിലപാടുകളിലും പാളിച്ചയുണ്ടായി. അതാണല്ലോ
പാർട്ടിയുടെ തീരുമാനങ്ങളിൽ പാളിച്ചയുണ്ടായതിന് ഉദാഹരണ സഹിതം പി രാജീവ് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പാർട്ടിയുടെ മുദ്രാവാക്യത്തിൽ വലിയ പാളിച്ചയുണ്ടായി എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നു. പാർട്ടിയുടെ നിലപാടുകളിൽ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ നിലപാടുകളിൽ വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കുന്നു. ഇത് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെ സാധാരണ മട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വളരെ ഗൗരവത്തോടെ തന്നെയാണ് CPM ഈ സ്ഥിതിവിശേഷത്തെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇതിലൂടെ. മാത്രമല്ല, നേതൃത്വത്തിൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നതിനും അപ്പുറത്ത് കുറേ കൂടി ഗൗരവമുള്ള ചർച്ച പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിങ്ങിൽ അതുകൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മുദ്രാവാക്യത്തിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. കാരണം LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തെ നമ്മൾ, അതായത് ഇത്രയും കനത്ത പരാജയം ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കാതെ ആ ഘട്ടത്തിൽ നടത്തിയ ചർച്ചയിലടക്കം വിമർശന വിധേയമാക്കിയിരുന്നു. കാരണം അത് ഏകപക്ഷീയത ആ മുദ്രാവാക്യത്തിനുണ്ടായിരുന്നു. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാലത്ത് അതാണ് ജനങ്ങളുടെ ആഗ്രഹം എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ നിൽക്കുന്ന, മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മുദ്രാവാക്യവുമായിട്ട് ഇറങ്ങി തിരിച്ചു. ഒരുപക്ഷേ പരാജയത്തിന് ഏറ്റവും കാരണമായ ഘടകങ്ങളിൽ ഒന്ന്, ആളുകൾക്ക് ആടി നിൽക്കുന്ന വോട്ടർമാരെ പോലും ഉറച്ച് മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു അതെന്നുള്ളതാണ്. അത് എന്തായാലും താഴെത്തട്ടിൽ ഉള്ള ഘടകങ്ങളുടെ വീഴ്ചയല്ലല്ലോ. ഇപ്പോൾ ഇതെല്ലാം ഒരു ജില്ലാ കമ്മിറ്റിയുടെയോ, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയൊക്കെ വിമർശന വിധേയമാക്കി കണ്ടു. ആ മട്ടിൽ ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയുടെയോ, ഒരു ഏരിയ കമ്മിറ്റിയുടെയോ, ഒരു ലോക്കൽ കമ്മിറ്റിയുടെയോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ മണ്ഡലം കമ്മിറ്റികളുടെയോ വീഴ്ചയല്ലല്ലോ ഈ മുദ്രാവാക്യം എന്നത്. എവിടെ നിന്നാണ് ഈ മുദ്രാവാക്യം വന്നത്, ആരാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ളത് ചോദിച്ചാൽ ആ കാര്യത്തിന് ഇതുവരെ ഉത്തരം ഏതെങ്കിലും മാധ്യമം, CPM-നെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? അത് അത്രയും രഹസ്യാത്മകമായി എവിടെ നിന്നോ വന്ന ഒരു മുദ്രാവാക്യം എന്ന മട്ടിലാണ് കണക്കാക്കുന്നതും അവതരിപ്പിക്കപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും. ആ മുദ്രാവാക്യം വലിയ അബദ്ധമായിരുന്നു. CPM-നെ സംബന്ധിച്ച് ഔദ്ധത്യമാണ് ആ മുദ്രാവാക്യത്തിൽ ആദ്യം ഉയർന്നു നിന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അത് സാധാരണക്കാരനെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഇതായിരുന്നില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യമായിരുന്നില്ല. ശരിയാണ്, ഏറ്റവും ശരി ആരാണ്, അത് നമ്മളാണ് എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി, ഒരു തോന്നൽ. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരി നമ്മളാണ് എന്നുള്ള തോന്നലിൽ നിന്ന് തന്നെയാണ് മുന്നോട്ട് പോവുക. പക്ഷേ എപ്പോഴും അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായിക്കൊള്ളണമെന്നില്ല. ആ മട്ടിലല്ല അതിനെ കണക്കാക്കേണ്ടതും അതിനെ അവതരിപ്പിക്കേണ്ടതും. ഇത്തരമൊരു ജനാധിപത്യ സാഹചര്യത്തെ ആ സാഹചര്യത്തെ അതിജീവിക്കേണ്ടത് ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ അവർക്ക് ആ വീഴ്ച സംഭവിച്ചു. കാരണം ഏറ്റവും നല്ലത് നമ്മളാണ് എന്ന് അവനവന് തോന്നാം, പക്ഷെ അത് ഈ സമൂഹത്തിന് മൊത്തം നിരന്തരം തോന്നിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ശരി നമ്മളാണ് എന്നുള്ളത് തോന്നണമെന്നില്ല. അപ്പോൾ ആ മുദ്രാവാക്യത്തിൽ വലിയൊരു പാളിച്ചയുണ്ടായി. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവൻ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ എന്ന് കേട്ടാൽ വർഗീയതയ്ക്കൊരു രൂപം എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന്. അത് രണ്ട് കാര്യങ്ങളാണ് അതിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്ന് തന്നെയുള്ള ചില പരാമർശങ്ങൾ, ഇടപെടലുകൾ. പിന്നെ അദ്ദേഹം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സംഘപരിവാറിനെ ശക്തിപ്പെടുത്തുന്നതിനും ആ ഒരു ഹിന്ദുത്വ പ്രൊപ്പഗാൻഡയെ മുന്നോട്ട് നയിക്കുന്നതിനും വേണ്ട ഇടപെടലാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു സംഘടനാ സംവിധാനമുണ്ട്. അതിനെ ഉൾപ്പെടെ സമ്പൂർണ്ണമായി ആ മട്ടിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അമ്പരന്നിട്ടാണ് അതിനെ മാനേജ് ചെയ്യാൻ സ്വീകരിച്ച ഒരു തന്ത്രം എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം പാളിപ്പോയി എന്നുള്ളത് അതിപ്പോഴെങ്കിലും അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ സമയത്തൊന്നും ആയിരുന്നില്ല ആ കാര്യത്തിൽ ബദൽ നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ അതായത് ഈ അടിസ്ഥാനപരമായി കേരളത്തിലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളെല്ലാം സെക്യുലറായി ചിന്തിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ CPM-ൻ്റെ ആ സെക്യുലർ ഒരു രൂപത്തെ തകർക്കുന്ന തരത്തിലായിപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. മാത്രമല്ല, ഇതിനെ CPM-ൻ്റെ ശത്രുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കൂടി ഓർക്കണം. കാരണം ഇതിലേക്ക് പൂർണ്ണമായി ഊന്നൽ കൊടുത്തു. ഇത് CPIM-ഉം വെള്ളാപ്പള്ളി നടേശനും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അല്ലെങ്കിൽ ഒരമ്മ പറ്റ സഹോദരന്മാരാണെന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുക വഴി അതിൽ കൂടുതൽ ആഘാതം ശേഷിയുള്ള ഒരു വിഷയമാക്കി വെള്ളാപ്പള്ളി നടേശൻ എന്നതിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിക്കാൻ CPM-ൻ്റെ ശത്രുക്കൾക്കും പറ്റി എന്നുള്ളത് അത് അംഗീകരിക്കുകയാണ്. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ള വിഷയങ്ങളിൽ സാങ്കേതികത പറഞ്ഞിട്ട് കാലതാമസം ഉണ്ടാക്കി.
സാങ്കേതികത പറഞ്ഞിട്ട് അതിൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ സാങ്കേതികത പറഞ്ഞത് കാലതാമസം ഉണ്ടാക്കി എന്നുള്ളത് ഒരു വീഴ്ചയായി സ്വയം വിമർശനപരമായി അവർ അംഗീകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം CPM ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ്, ഔചിത്യബോധം എന്നത് നേതൃത്വത്തിന് വേണം, അതേത് നേതാവായാലും. കാരണം ഇത് പൊതുസമൂഹം നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കിടയിൽ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ തിരുത്താൻ വേണ്ട ഔചിത്യബോധം നേതാക്കന്മാർ കാണിക്കണം. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ മുൻ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളായിക. ഇതൊക്കെയാണെങ്കിലും ഈ വികസന നേട്ടങ്ങളൊക്കെ ജനം അംഗീകരിക്കും എന്നുള്ള തെറ്റായ ഒരു വിശ്വാസം പി രാജീവ് പറഞ്ഞതാണ്. അതങ്ങനെ ഒരു വിശ്വാസവുമായിട്ട് ജനങ്ങൾ തൊട്ട് മുമ്പ് നിൽക്കുന്ന 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടാണെന്ന് ഓർക്കണം. അങ്ങനെ എന്നിട്ടും അമിത ആത്മവിശ്വാസം അതുമായി മുന്നോട്ട് നീങ്ങി എന്നുള്ളത് തെരഞ്ഞെടുപ്പുകൾ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളായിക. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുഴപ്പം പിടിച്ച ഒരവസ്ഥയാണ്. കാരണം ഈ പറയുന്ന ആത്മപരിശോധനയുടെ ഒരു സൂചന പോലും ഇല്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതിലെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇതുവരെയുള്ള ഈ തീരുമാനമെടുക്കലിലും പ്രചാരണത്തിലും നിലപാടുകളിലും ഒക്കെ പാളിച്ച പറ്റിയത് നേതൃത്വമാണ് കുഴപ്പം എന്ന് നേതാക്കൾ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് EMS സെമിനാർ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ വെച്ച് ഈ പഴയ മുറകളൊന്നും പോരാ, പുതിയ സമര രീതി വേണം, പുതിയ സമീപനങ്ങൾ, ആധുനികമായ സമീപനം വേണം, ഇന്നിൻ്റെ പാർട്ടിയായി മാറണം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് സത്യത്തിൽ ഇത് പി രാജീവിൻ്റെ വാക്കുകളല്ല, അത് EMSൻ്റെ വാക്കുകൾ തന്നെയാണ്. EMSൻ്റെ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം അവിടെ ആവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വൈകാരികമായി തന്നെ ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് താഴെത്തട്ടിലേക്ക് അതിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ അണികൾ, അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഉൾക്കൊള്ളാനും അതിനെ അവർക്ക് മനസ്സിലാകാനും തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട്. സനീഷ്, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. വേറൊന്നുമല്ല, അതായത് ഈ ഒന്നാം സർക്കാരിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്നത് ഈ വിമോചന സമരാനന്തരം സംഭവിച്ച തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഈ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. സാമുദായികമായിട്ടുള്ള ധ്രുവീകരണമൊക്കെ ഏതാണ്ട് ആ മട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ EMSൻ്റെ ആദ്യത്തെ സർക്കാരിന് ശേഷം, അതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, അത് പിരിച്ചുവിട്ടതിന് ശേഷം ആ 28 മാസങ്ങളെക്കുറിച്ച് EMS ഒരു പുസ്തകം തന്നെ എഴുതിയിരുന്നു. ഈ എന്താണ് 28 months in കേരള റെട്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം 1959 അത് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെ അതിജീവിക്കാം എന്നത് ഈ പാർട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുസ്തകം ഒന്ന് എടുത്തു വെച്ച് വായിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. രാജീവ് ഉറപ്പായിട്ടും അത് വായിച്ചിട്ടുണ്ട്, അദ്ദേഹം തീർച്ചയായിട്ടും അത് വായിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പി രാജീവ് ആ ദിശയിലേക്ക് തന്നെയാണ് തൽക്കാലം വിരൽ ചൂണ്ടുന്നത്. അതെ, അല്ല അത്ര തന്നെയാണ് ഹർഷൻ പറഞ്ഞതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് പോസിറ്റീവായിട്ടൊരു കാര്യം, ഇവരിതിനെ വളരെ തുറന്നങ്ങ് കാണുകയാണ്. തങ്ങളുടെ ഭാഗത്ത് വന്നിരിക്കുന്ന തെറ്റുകളെയും പിശകുകളെയൊക്കെ ജനസമക്ഷത്തിൽ അവരുടെ പാർട്ടിയുടെ ആളുകളായിരിക്കുമല്ലോ, അനുഭാവികളും മറ്റും ആയിരിക്കുമല്ലോ പരിപാടിയിലുണ്ടാവും. അപ്പോൾ അവർക്ക് മുമ്പിൽ സമ്മതിക്കുകയാണ്. പാർത്ഥത്തിൽ ഗുണകരമാണ്. പക്ഷേ നേതാക്കൾ എന്ന നിലക്ക്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയ്ക്ക് എത്രമാത്രം വലിയ വീഴ്ചയാണ് ഇവർക്കൊക്കെ വന്നത് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതാണ് ഈ വർത്തമാനങ്ങൾ. തെരഞ്ഞെടുപ്പ് പരാജയം അത് കാണിച്ചു തന്നു. ഇവർക്ക് ഇത്രയും വലിയ നേതാക്കളായിട്ടുള്ള ആളുകൾ പിന്നെ അവർക്ക് വന്നിരിക്കുന്ന വീഴ്ച എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഇത്രയും വലിയ തിരിച്ചടി തന്നെ നാട്ടുകാർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവരിത് വന്ന് പറയുമ്പോൾ ആ വലുപ്പം എത്രത്തോളം വലുതാണ് എന്ന് വീണ്ടും ഒന്നുകൂടെ മനസ്സിലാക്കുക. അതായത് ഇവർ പറയുന്നതിൻ്റെ കാര്യം എന്താണ്, ഇവർ ഇന്നെന്താണ് നിങ്ങളുടെ കുഴപ്പമെന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് അണ്ടു ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നത്, ഇത്തരം കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നടക്കുന്നത്, കേരളം പോലൊരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യം ഏറ്റവും ചുരുങ്ങിയത് 4 പതിറ്റാണ്ടെങ്കിലുമായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ നേതാക്കൾക്കാർക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നത് അവരുടെ വീഴ്ചയുടെ വലുപ്പത്തെ കാണിക്കുകയാണ്. ഇത്രമാത്രം വലിയ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന LDF അല്ലാതെ മറ്റാര് എന്ന മുദ്രാവാക്യം പിഴച്ചു എന്നവർ പറയുമ്പോൾ, അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടായിട്ട് വരുമ്പോൾ അതേക്കുറിച്ചൊരു ചർച്ച സ്വാഭാവികമായിട്ട് അവർ നടത്തുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പല ആംഗിളുകൾ പരിശോധിക്കപ്പെടുമല്ലോ. ഇപ്പോൾ ഈ മുദ്രാവാക്യം കേട്ടപ്പോൾ വളരെ ഇടതുപക്ഷ സഹയാത്രികരായുള്ള ആളുകൾക്ക് തന്നെയും എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട് എന്ന തോന്നലുണ്ടായില്ലേ ഹർഷ? ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. നമ്മളത് ചർച്ച നടത്തുമ്പോഴും ഇതൊരു സുഖകരമായ കാര്യമല്ലല്ലോ എന്ന്. അപ്പോൾ അവരുദ്ദേശിച്ചിരുന്നത് എന്താണ്, അതിനകത്തുള്ളത് ഇക്കണ്ട കാര്യങ്ങളെല്ലാം കേരളത്തിൽ 10 കൊല്ലം ചെയ്ത് ഞങ്ങളല്ലാതെ മറ്റാരാണ് ഇതെല്ലാം ചെയ്തു തരിക എന്നുള്ളൊരു വിനയം അതിനകത്തുണ്ട് എന്നായിരിക്കണം അവർ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് ഔദ്ധത്യത്തിൻ്റെ പ്രകടനമായി. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ ചിത്രം എല്ലായിടത്തും വെച്ചത് അന്ന് തന്നെ CPMകാരായിട്ടുള്ള ആളുകൾ തന്നെയും ഇതെന്താണ് അരിവാൾ ചുറ്റുകയില്ല, മറ്റാരെയും കാണാനില്ല, ഒരാളുടെ മുഖം മാത്രം വെച്ചിരിക്കും, തെറ്റാണല്ലോ എന്ന്
സാധാരണ പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിയെ വിമർശിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. സാധാരണക്കാർക്കൊക്കെ മനസ്സിലായി. പക്ഷേ ഇവർക്കാർക്കും, ഈ വലിയ നേതാക്കൾക്ക്, ഏറ്റവും ചുരുങ്ങിയത് 40 വർഷക്കാലമെങ്കിലും 4 പതിറ്റാണ്ടെങ്കിലും പ്രവർത്തന പാരമ്പര്യമുള്ള ഈ നേതാക്കൾക്ക് ആർക്കും മനസ്സിലായില്ല. പി രാജീവോ എം എ ബേബി, ഇപ്പോൾ എം എ ബേബി പറയുന്നു ഔചിത്യത്തോടെ, അതായത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഔചിത്യത്തോടെ എന്തോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എന്നാണല്ലോ കേൾക്കുന്നത്. ഞാൻ മുഴുവനായിട്ട് ആ ബൈറ്റ് കേട്ടില്ല. അത് എം പി ഗോവിന്ദൻ മാസ്റ്റർ പിന്നെ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊന്നും അത് പറയാനുള്ള ഈ പാർട്ടിയുടെ, നമ്മൾ മനസ്സിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലീഡറാണ് എം എ ബേബി. അപ്പോൾ ഇതാരാ പറയേണ്ടത്? ഇത് ആ ഔചിത്യം അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഇതൊരു പ്രശ്നമാണല്ലേ എന്ന് ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എങ്ങനെ അടിയിൽ നിന്ന് മണ്ണെല്ലാം വലിഞ്ഞു പോയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞിട്ടില്ല ചിരിക്കണമെന്ന്. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഒരു 25 വർഷങ്ങളായി. 25 വർഷം മിനിമം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തോട്ട് ചർച്ചയാണ്. ഇവർ ഓരോ കമ്പനി സമ്മേളനം നടത്തും ചിരിക്കണമെന്ന്. അതാണ് അദ്ദേഹം വീണ്ടും ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പി രാജീവ് പറയുകയാണ് ഇന്നിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ 25 വർഷം മുമ്പ് കേട്ട് മനുഷ്യന് മടുത്ത കാര്യമാണ് എം എ ബേബി, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ചിരിക്കണമെന്ന് ബെറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോഴും പറയാണ്. ഇതൊക്കെ അതാണോ ഇന്നിൻ്റെ പ്രശ്നം? ഇതാണോ? അതായത് എത്രയോ കാലങ്ങളായിട്ട് മനുഷ്യർ കേൾക്കുന്ന ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കലാണോ ഇവരുടെ പ്രശ്നം? അപ്പോൾ പരാജയം ഉണ്ടാകുന്നൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമില്ല. എല്ലാ പാർട്ടികളും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പരാജയം ഉണ്ടാകുന്നതിൻ്റെ ഒരു എലമെൻറ്റ്സ് പോലും ആ സമയത്ത് തിരിച്ചറിയാനോ തിരുത്താനോ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ ഈ മുദ്രാവാക്യത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറയണ്ടേ, എടോ എന്ന് ഇവർ വിളിക്കില്ല, സഖാവേ അത് ഈ പറയുന്ന ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു പ്രശ്നമുള്ളൂ മുദ്രാവാക്യത്തിന്, ഇവർ ആരെങ്കിലും പറയണ്ടേ? ഇവരുടെ സമിതിക്കകത്ത് എത്രമാത്രം ആളുകളുണ്ട്? ഇവരുടെ സെക്രട്ടേറിയറ്റിനകത്ത് എത്രമാത്രം ആളുകളുണ്ട്? ഒരു പരസ്യം ഉണ്ടാക്കുന്ന ഇവർ, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് കോൺഗ്രസിനും CPM-നും ഒരേ ആളാണത്രേ ഈ പറയുന്ന ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തത്. ഈ മുദ്രാവാക്യത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ കോൺഗ്രസിനും CPM-നും വേണ്ടി പണിയെടുക്കുന്നത് ഒരേ ആളാവുകയാണ്. ശരി, ഇപ്പോഴത്തെ കാലത്ത് പ്രൊഫഷണലായിട്ട് പണിയൊക്കെ എടുക്കേണ്ടതായിട്ടും പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊക്കെ ഏൽപ്പിക്കേണ്ടി വരും. അതൊന്നും അത്ഭുതകരമായ കാര്യമല്ല. മറ്റൊരു തരം രാഷ്ട്രീയ കാലമാണ്. അപ്പോൾ ആ പ്രൊഫഷണലായിട്ടുള്ള പണി ഏൽപ്പിക്കുന്ന ആൾ ഒരു മുദ്രാവാക്യം എടുത്ത് ഇങ്ങോട്ട് തരുമ്പോൾ ഈ മുദ്രാവാക്യത്തെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇവർ തന്നെ ഒരു ചർച്ച നടത്തിയിട്ട് അതിനകത്തുള്ള പ്രോസും കോൺസും ഇതെല്ലാം എതിർത്തും അനുകൂലിച്ചുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പുറത്തേക്ക് വിടാനുള്ള ഉത്തരവാദിത്തം ഇവരെന്ത് ചെയ്യായിരുന്നു നാട്ടുകാർ ചോദിക്കില്ല, അല്ലെ പാർട്ടിക്കാരെങ്കിലും ചോദിക്കില്ല, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു, ഹേയ് സഖാവേ കോമ്രേഡ് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കില്ലേ പി രാജീവിനോട് എം എ ബേബിയോട്? നിങ്ങൾ എന്തായിരുന്നു ചെയ്യുകയായിരുന്നത്? ഈ കാര്യം മനസ്സിലാക്കാൻ, മുദ്രാവാക്യം പെശകെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത്ര വലിയ തോൽവി വേണമായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയും, പണ്ട് നമ്മൾ സിനിമയിൽ നാനയൊക്കെ വായിക്കുന്ന കാലത്ത്, ആ കാലത്ത് സിനിമയെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു സിനിമയുടെയും വിജയമോ പരാജയമോ പ്രവചിക്കാൻ പറ്റില്ല എന്ന് അന്നത്തെ വലിയ ഹിറ്റായിട്ടുള്ള സംവിധായകരെല്ലാം പറയുന്ന ഞാൻ ആവർത്തിച്ച് വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് ഇതെങ്ങനെയുണ്ട് ഇത് കാണുക എന്നല്ലാതെ മാർഗ്ഗമില്ല. എല്ലാ പരിപാടിയും എടുത്ത് പാട്ടിന് പാട്ട്, സ്റ്റണ്ടിന് സ്റ്റണ്ട്, നായകൻ നായിക എല്ലാം വെച്ച് അടിപൊളിയാവും ഈ സിനിമ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറക്കിയാലും പൊളിയും. എന്നാൽ പ്രത്യേകിച്ച് ഇത് അത്ര വലിയ സക്സസ് ആവില്ല. ഒരു ശരാശരി വിജയമൊക്കെ ആയിരിക്കും വിചാരിച്ച് കൊണ്ടുപോയത് അമ്മ ഹീറ്റാവുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളിയാഴ്ച ജനം എങ്ങനെയാണ് ഈ സിനിമ എടുക്കുന്നതെന്ന് വെള്ളിയാഴ്ച റിലീസ് ചെയ്താൽ മാത്രമേ അറിയൂന്ന് സിനിമാക്കാർ പറയും. അപ്പോൾ അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടൊക്കെ വരിക എങ്ങനെയാണെന്നുള്ളത് അതിന് സ്വാഭാവികമായിട്ട് അതിന് സമയമെടുക്കും, അപ്പോഴേ അറിയൂ. അതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷേ എന്നാൽ ഈ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ, അതായത് ഒരു മുദ്രാവാക്യം ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുകയാണോ ഈ സൊസൈറ്റിയിൽ ചെയ്യുക? നമ്മൾ പ്രതിദാനം ചെയ്യുന്ന, ഞാൻ മന്ത്രിയായിരിക്കുന്ന, ഞാൻ നേതാവായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ മുദ്രാവാക്യം ശരിയായ വിധം പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് അവരുടെ പാർട്ടിക്കാർ തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ശരിയല്ലോ എന്ന്. ഈ പടം മുഖ്യമന്ത്രിയുടെ മാത്രമായിട്ട് വെച്ച് ശരിയായല്ലോ എന്ന് അവരുടെ പാർട്ടിക്കാർ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല അത്. അപ്പോൾ ഇത് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ ഹർഷ, അതായത് ഇത്രയും നാൾ ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് എപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം ഞാൻ പറയാതെ പോയിട്ടുണ്ട്. അത് ഇവരുടെ നേതാക്കൾക്കിടയിൽ, CPM-ൻ്റെ നേതാക്കൾക്കിടയിൽ ഈ കാര്യങ്ങൾ അറിയാത്ത ആളുകളാണ് മുഴുവനും എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റിസൾട്ട് വന്നല്ലോ 102 സീറ്റായിട്ട്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ദിവസം 102 സീറ്റ് UDF-ന് കിട്ടി. ഇവർക്ക് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ ഞാനിവിടുന്ന് നമ്മുടെ തട്ടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയിട്ട് ആദ്യം വിളിച്ചത് ഒരാളെയാണ്, ഇവരുടെ പാർട്ടിയുടെ CPM-ൻ്റെ യുവ നേതാവായിട്ടുള്ള ജെയ്ക് സി തോമസിനെ. ജെയ്ക്കിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ജെയ്ക്ക് നിങ്ങൾ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്ക്കിന് വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. ജെയ്ക്ക് പറഞ്ഞു, എനിക്കിപ്പോൾ ഞാൻ സന്തോഷിക്കാൻ പറ്റില്ലല്ലോ സനീഷേട്ടാ, ഇത് ഞാൻ പറഞ്ഞ കാര്യം സംഭവിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ജെയ്ക്ക് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ എന്നോട് പിന്നെ ഈ നടന്നിരിക്കുന്ന വിധിയാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരാളേ ഇല്ല. CPM-നകത്ത് ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഹർഷോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പൊളിറ്റിക്കൽ മാസ് നമ്മുടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടി തുടങ്ങി. എന്നുവെച്ചാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടൊരു 3-4 ദിവസത്തിന് ശേഷമാണ് നമ്മൾ തിരുവനന്തപുരം തുടങ്ങുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം 4ാമത്തെ ദിവസം. കോട്ടയത്തെ നമ്മുടെ അതിഥിയായിരുന്നു CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ജെയ്ക് സി തോമസ്.
ജയിക്ക് അവിടെ വന്നു, ചർച്ചയിൽ പങ്കെടുത്തു, ചർച്ച നന്നായിട്ട് പോയി. ജയിക്കുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെയും BJPയുടെ ആളുണ്ട്, ചർച്ച നന്നായിട്ട് പോയി. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും സംസാരിക്കുകയാണ്. നമ്മൾ BJP നേതാവിനോട് സംസാരിച്ച് അവരവരുടെ അഭിപ്രായം പറഞ്ഞു, പിന്നെ കോൺഗ്രസ്സുകാരോട് സംസാരിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു, ജയിക്കിനോട് സംസാരിച്ചു. അപ്പോൾ ജയിക്ക് പറഞ്ഞു ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ തരക്കെടില്ലാതെ വിജയിക്കും, നമ്മുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് പോകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരും BJPക്കാരും പോയപ്പോൾ അവർ രണ്ടുപേരും പോയപ്പോൾ ജയിക്ക് എന്നോട് പറഞ്ഞു, പിന്നെ എന്താ നിങ്ങളുടെ ഒരു കണക്കൂട്ടൽ? ഞാൻ പറഞ്ഞു പിന്നെ അല്ല, ഞങ്ങളുടെ ഒരു പത്രക്കാർ പൊതുവിൽ പറയുന്നത് ആര് ജയിച്ചാലും ചെറിയ ലീഡിലായിരിക്കും വരിക എന്നാണ്. ഇപ്പോൾ UDF ജയിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അവർക്ക് ചെറിയ ഒരു ഭൂരിപക്ഷമേ കിട്ടൂ, ചെറിയൊരു സീറ്റ് വ്യത്യാസമേ കിട്ടൂ. LDFനും സാധ്യതയുണ്ട്, നമ്മൾ തള്ളിക്കളയാൻ പറ്റുന്ന അവസ്ഥയല്ല. ഇപ്പോൾ പ്രഖ്യാപിച്ച് 4ാമത്തെ ദിവസമാണല്ലോ, തള്ളിക്കളയാൻ പറ്റുന്ന അവസ്ഥയല്ല. 3-4 സീറ്റുകളുടെ വ്യത്യാസത്തിൽ ചിലപ്പോൾ ജയിച്ചേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ആ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ല ആ കാര്യമല്ല എൻ്റെ തോന്നൽ. നിങ്ങൾ പത്രക്കാരല്ല, നിങ്ങൾ മാത്രമല്ല, ഞാൻ മാത്രമല്ല, പത്രക്കാരെല്ലാവരും പറയുന്നത് ഇതാണ്. ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, ജയിക്കനോട് പറഞ്ഞു, പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അവർ ജയിക്കുകയാണെങ്കിൽ, UDF ജയിക്കുകയാണെങ്കിൽ അവർക്കൊരു 100-ലേറെ സീറ്റ് കിട്ടിയാൽ പോലും ഞാൻ അത്ഭുതപ്പെടില്ല. അത് VD സതീശൻ പറയുന്നത് മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. അവർ ജയിക്കുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു തരംഗം വരണം, ഞങ്ങൾക്കെതിരായിട്ടൊരു തരംഗം വരണം. ആ തരംഗം പ്രതിഫലിച്ചിട്ട് 100-ലേറെ സീറ്റുകളിൽ അവർ വിജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല, ഞാൻ അത്ഭുതപ്പെടില്ല എന്ന് പറഞ്ഞു ജയിക്ക്. ഞാനിവിടുന്ന് VD സതീശനാണ് 100-ലേറെ സീറ്റുകളിൽ UDF ജയിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവല്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷേ അപ്പുറത്ത് ഇവരുടെ കൂട്ടത്തിൽ വളരെ ചെറുപ്പക്കാരനായുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ ഇവിടുന്ന് പോയിട്ട് ആദ്യം വിളിച്ചത് ജയിക്കിനെയാണ്. ജയിക്ക് ഇങ്ങനെ പിന്നീടുള്ള ചർച്ചകളിലൊന്നും എനിക്കിത് പറയാൻ പറ്റിയിട്ടില്ല, പക്ഷേ അതൊരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, CPMൻ്റെ കൂട്ടത്തിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയാവുന്ന നേതാക്കൾ നിശ്ചയമായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു സംഗതിക്ക് ചെവി കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ല എന്നതല്ലേ കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. പിന്നെ ഇവർ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുകയാണെങ്കിൽ, ഇവർ ഈ പറയുന്ന കാലത്തിന് ചിരിക്കുന്നില്ല, അതൊന്നും ഈ പഴഞ്ചൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇവരുടെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായത് ഇവരൊരു സ്വയം ഒരു ഭരണ പാർട്ടിയായിട്ട് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. ഇവർ വിചാരിച്ചു 10 വർഷമായിട്ട് ഭരിക്കുന്നതുകൊണ്ട് ഇവരൊരു ഭരണ പാർട്ടിയാണ് ഞങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഭരണ പാർട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച കോൺഗ്രസ് അവിടെ BJPക്ക് മുന്നിൽ നിഷ്പ്രഭമായിട്ട് എല്ലായിടത്തും ഔട്ടായി പോയ ചരിത്രം ഇവരുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും ഇവരൊരു ഭരണ പാർട്ടിയായിട്ട് തെറ്റിദ്ധരിച്ചു. ഇവർ പിണറായി വിജയൻ ഏറ്റവും സമഗ്രമായിട്ടുള്ള, ഈ പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ പാർട്ടിയില്ല എന്ന മട്ടിലേക്ക് ഈ പാർട്ടിയെപ്പറ്റി വിചാരിച്ചു. ഭരണത്തിന് വേണ്ടി മാത്രമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇപ്പം നോക്കുമ്പോൾ ഹർഷ, ഇവർ സീറ്റ് നിർണ്ണയിച്ചത് പോലും നോക്കൂ, പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ക്യാബിനറ്റിലേക്കുള്ള മന്ത്രിമാരെയാണ് മത്സരിപ്പിച്ചത്, അല്ലേ? പൊന്നാനിയിലൊക്കെ ഈ പരിപാടി നടന്നു. പൊന്നാനിയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ആളുകൾ ഞെട്ടി, ആളുകൾ അവരുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ ഇതെന്തിനാണ്? ഇപ്പുറത്ത് മന്ത്രിസഭ, അതായത് അടുത്ത ക്യാബിനറ്റ് പിണറായി വിജയൻ കണ്ടിരിക്കുകയാണ്. അതായത് 3ാം സർക്കാർ വരുമ്പോൾ എൻ്റെ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന് പിണറായി വിജയൻ, അതുകൊണ്ടാണ് അദ്ദേഹം അന്തം വിട്ടുപോയത്. പ്രതികരണമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥം അവരത് പറയുമോ എന്ന് എനിക്കറിയില്ല. പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ സ്വയം ഒരു തൊഴിലാളി വർഗ സമര പാർട്ടി എന്നതിൽ നിന്ന് മാറിയിട്ട് ഇവരൊരു ഭരണ പാർട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഞങ്ങളുടെ സുപ്രീം ലീഡർ പിണറായി വിജയനാണെന്ന് വിചാരിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ എല്ലാവരും അദ്ദേഹത്തെയും മറ്റുമൊക്കെ വിമർശിക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഇത് ചാർത്തി കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ആ പാർട്ടി ഗുണമൊന്നും കിട്ടാനില്ല. ഇത് പുറത്ത് നിന്ന് അവരുടെ പാർട്ടിയുടെ ശത്രുക്കൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സ്ഥാപിക്കപ്പെടുക എന്നതല്ലാതെ മറ്റൊന്നും നടക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് അവരതിൽ പിണറായി വിജയനെ വല്ലാതെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധ വെക്കുന്നത് നല്ലത് തന്നെയാണ്. അതിപ്പം ഒരു പാർട്ടി, അത് അദ്ദേഹത്തിന് മാത്രം കുഴപ്പമില്ലല്ലോ, അദ്ദേഹത്തിനെ പാർട്ടി ഏൽപ്പിച്ച പടി എന്താണ്? ഭരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭരിച്ചു, നന്നായിട്ട് ഭരിച്ചു, കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തി. രണ്ടാമതും ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർഭരണം നേടി. 3ാമതും അദ്ദേഹം അത് മാത്രമാണ് കാണുന്നത്. പക്ഷേ അപ്പോൾ ഈ ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണം, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറയണം ഔചിത്യം കാണിക്കണം, ചിരിക്കണം എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ഇത് പറയണ്ടേ? ഇതേയല്ലേ പാർട്ടിയുടെ കാര്യം നോക്കേണ്ടത്. പിന്നെ ഗോവിന്ദമാഷ്ട കാര്യം പറയേണ്ടല്ലോ, എല്ലാ ദിവസവും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ P. രാജീവും ഒരർത്ഥത്തിൽ ഈ മന്ത്രിസഭയുടെ ഒക്കെ ഭാഗമായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിനും ഈ കാര്യങ്ങൾ മുദ്രാവാക്യമൊക്കെ തെറ്റിയല്ലോ എന്ന് ഇപ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. നല്ലത്, വളരെ നല്ലത്. അതായത് ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ പണ്ട് MN വിജയമാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അടിച്ചുകൊണ്ട് പറയണമെന്നോ മറ്റോ പറഞ്ഞിട്ടൊരു വാർത്താസമ്മേളനമുണ്ട്. അതുപോലെ ജനം ഒറ്റ അടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അവർ തന്നെയും അവരുടെ ഡാറ്റയിൽ രേഖയിൽ കാണിക്കുന്ന പോലെ BJP ഒക്കെ അവരുടെ വോട്ടും ഇങ്ങനെ സമാഹരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മറികടക്കുന്നുകൂടെ ഇവർ ആലോചിക്കട്ടെ. എന്തായാലും ഇത് തുടർ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടി നേതൃത്വത്തിനെതിരെ കർശനമായ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകാനാണ് CPIM തീരുമാനം. LDF അല്ലാതെ മറ്റാര് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മുതൽ വെള്ളാപ്പള്ളി വിഷയം വരെ തിരിച്ചടിയായെന്നും CPIM വിലയിരുത്തിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് പാർട്ടിക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല എന്നും
CPIM നേതൃത്വം സ്വയം വിമർശനമായി വിലയിരുത്തുന്നു. താഴെത്തട്ടിൽ ജനങ്ങളുമായി പാർട്ടിക്ക് ബന്ധം നഷ്ടപ്പെട്ടെന്ന് CPIM ജനറൽ സെക്രട്ടറി വരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ തിരിച്ചറിവുകൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കൾക്കുണ്ടായില്ല എന്ന ചോദ്യം ഉയർത്തുന്ന ആ പാർട്ടിക്കാർ നിരവധിയായിട്ടുണ്ട്. എന്നിരുന്നാലും സംഭവിച്ച തെറ്റുകളും പോരായ്മകളും തിരുത്തി ശക്തമായ സാന്നിധ്യമായി മാറാൻ CPIM സാധിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത്. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം അതിന് നമ്മുടെ മുന്നിലുണ്ട്. 10 വർഷമായിട്ട് അധികാരത്ത് മാറി എന്നിട്ട് അവർ വളരെ രാഷ്ട്രീയമായിട്ട് ഉജ്ജ്വലമായ തിരിച്ചുവരവാണ് കേരളത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയോടെ ഇല്ലാതായി പോകുന്ന രാഷ്ട്രീയ പക്ഷങ്ങളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലുള്ള ഈ 2 പാർട്ടികളും എന്ന് നമുക്ക് കണക്കാക്കുക വയ്യ. കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം തിരിച്ചു വന്നതുപോലെ തന്നെ CPIM തിരിച്ചു വരാനാകുമെന്ന് അവരുടെ നേതാക്കൾക്കും അണികൾക്കും അറിയാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത വിഷയത്തിലേക്ക്